മണിപ്പൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസിന് 60 സഭയിൽ 28 MLA-മാരാണുള്ളത്. BJP 21, NPP, NPF എന്നിവർക്ക് 4 വീതം സീറ്റുണ്ട്. തൃണമൂൽ കോൺഗ്രസിനും LJSPക്കും ഓരോ സീറ്റും ലഭിച്ചു. ജയിച്ചവരിൽ ഒരു സ്വതന്ത്രനും ഉൾപ്പെടും. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 31 അംഗങ്ങളുടെ പിന്തുണ ആർക്കുമില്ലാത്ത സാഹചര്യത്തിൽ ചെറുപാർട്ടികളുടെയും സ്വതന്ത്രന്റെയും പിന്തുണയോടെ അധികാരം പിടിക്കാനുള്ള നീക്കം കോൺഗ്രസും BJPയും ഊർജിതമാക്കി. കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിന് 3 പേരുടെ പിന്തുണ മാത്രം മതിയാകും. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ കോൺഗ്രസ് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ വ്യക്തതയില്ല. മുൻപ് പ്രതിപക്ഷത്തിരുന്ന തൃണമൂൽ MLA-മാർ ഭൂരിഭാഗവും ഇപ്പോൾ BJP പാളയത്തിലാണ്. ഈ സാഹചര്യത്തിൽ തൃണമൂലിന്റെ ഏക MLA-യെ BJP വശത്താക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. അതേസമയം NPF, NPP, LJSP എന്നിവർ BJPയുമായി അടുപ്പം പുലർത്തുന്ന പാർട്ടികളാണ്. ഇവരുടെ പിന്തുണ ഉറപ്പാക്കിയാൽ BJPക്ക് 30 സീറ്റാകും. സ്വതന്ത്രനെ കൂടി പാളയത്തിലെത്തിച്ചാൽ 31 അംഗങ്ങളുടെ പിന്തുണയോടെ BJPക്കും ഭരിക്കാം. സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാം മാധവാണ് BJP ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.